1970കളുടെ കാലഘട്ടത്തിൽ ജപ്പാൻ എക്കണോമിക്കലി വളരെയധികം വളരാൻ തുടങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ വളർച്ച അത് നമുക്ക് ലാഭമുള്ള രീതിയിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിച്ച് അവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങിയിരുന്നു. അതേപോലെ അവരുടെ ആ ഒരു കൾച്ചറിലേക്ക് ഇടിച്ചു കയറി ചെന്ന ഒരു കമ്പനിയായിരുന്നു നെസ്ലെ എന്ന് പറഞ്ഞത്. നെസ്ലെ അവരുടെ കോഫിയും കോഫി ബ്രാൻഡുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനു മുന്നേ അവര് ജപ്പാൻകാർക്ക് കോഫി ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വേരിയസ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നും ജപ്പാനിലെ വിവിധ ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് നെസ്ലയുടെ സാമ്പിളുകൾ കൊടുത്തിട്ട് സർവേ നടത്തി. ബട്ട് അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാവർക്കും കോഫിയുടെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടമായി. ഇമാജിൻ ദാറ്റ്, എല്ലാവർക്കും ഇഷ്ടമായി ആ കോഫിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ഹാപ്പിയായി. ജപ്പാനിൽ പലയിടത്തും നെസ്ലയുടെ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത ഏതാനും നാളുകൾക്കുള്ളിൽ അത്ഭുതം എന്ന് പറയട്ടെ, ആരും തന്നെ ആ ഷോപ്പുകളിൽ കയറാതെയായി എന്നുള്ളതാണ്. ഇത്രയും ആൾക്കാർക്ക് കോഫി ഇഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് ആരും തങ്ങളുടെ ഷോപ്പിൽ കയറുന്നില്ല എന്നുള്ള അന്വേഷണമായി നെസ്ലെ പിന്നീട് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് റിസർച്ചറും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള കോൾട്ടെ റപ്പേലിനെ ഇവര് പോയിട്ട് സമീപിച്ചു. ആ ഒരു സമയത്ത് അദ്ദേഹം മാർക്കറ്റിനെ പറ്റി പഠിച്ചു. അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കോഫിയുടെ ടേസ്റ്റ് ജെനുവിൻലി ഇഷ്ടമായി, പക്ഷെ ആരും കോഫി വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. വൈ? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ജപ്പാനിലെ എല്ലാ ആൾക്കാരും വളർന്നിരിക്കുന്നത് വീട്ടുകാര് ആ ഒരു ചൂടുവെള്ളത്തില് തേയില ഇടുമ്പോ കിട്ടുന്ന ആ ഒരു ചായയുടെ സുഗന്ധമുള്ള അറോമയൊക്കെ ശ്വസിച്ചിട്ടാണ്. ഇവരെന്തോ ആ ഒരു കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമായെങ്കിൽ കൂടെയും ആർക്കും ആ ഒരു കോഫി അവരുടെ ലൈഫിന്റെ ഭാഗമാക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം അവരുമായിട്ട് കണക്ട് ആയി കിടന്നിരുന്ന സാധനം എന്ന് പറയുന്നത് ടീ അഥവാ ചായ ആയിരുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം നെസ്ലെ പുതിയൊരു സംഭവം കൊണ്ടുവന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോഫിയുടെ ടേസ്റ്റ് ഉള്ള കാൻഡീസ് ആയിരുന്നു അത്. കോഫിയുടെ ടേസ്റ്റ് ഉള്ള കാൻഡീസ് അങ്ങനെ നെസ്ലെ ജപ്പാനിലെ കുട്ടികൾക്കിടയിൽ പ്രബലമാക്കാൻ തുടങ്ങി. ആ കാൻഡീസ് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി. പയ്യെ ആ കാൻഡീസിൽ നിന്ന് മാറി ശീതള പാനീയങ്ങൾ, കഫീന്റെ ടേസ്റ്റ് വരുന്ന ശീതള പാനീയങ്ങൾ നെസ്ലെ ഇറക്കാൻ തുടങ്ങി. ആൻഡ് ബിലീവ് ദാറ്റ് ബിക്കംസ് എ ഹിറ്റ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പയ്യെ ടീയുടെ ടേസ്റ്റിൽ നിന്ന് മാറി ജപ്പാൻകാർ ആ കോഫിയുടെ ടേസ്റ്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങിയായിരുന്നു. കോഫിയുടെ ടേസ്റ്റ് അവരുടെ ലൈഫിന്റെ ഭാഗമാകാൻ തുടങ്ങിയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ജസ്റ്റ് ഇമാജിൻ, ഒഴിഞ്ഞു കിടന്നിരുന്ന നെസ്ലയുടെ ഷോപ്പുകളിൽ ആളുകൾ ഇഷ്ടം പോലെ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. That's the tactics of Nestle. See you in the next video. Bye.